സാജിദ്, ഇന്നലെ ഈ വാർത്ത നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ദുരൂഹതയാണെന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ അതിലെ അപ്പുറത്തേക്ക് കുറച്ചുകൂടെ കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുന്നുണ്ട്. അതായത് ഈ ഒരു വോട്ട് ചോരി അല്ലെങ്കിൽ ഇങ്ങനെ ദുരൂഹമായ ആളുകൾ അല്ലെങ്കിൽ അജ്ഞാതരായ ആളുകൾ അവർ ഉപതെരഞ്ഞെടുപ്പിലൊക്കെ വോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവർ സ്ഥിരമായി ഈ ലിസ്റ്റിലുള്ള ആളുകൾ തന്നെയാണ്. അതായത് സ്ഥിരമായ ഒരു വോട്ട് ചോരി നടന്നോ എന്നുള്ള രീതിയിലുള്ള വിവരങ്ങൾ തന്നെയാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. ജിൽസി, അമൃത, തീർച്ചയായും ഇവർ എന്നും അജ്ഞാതരല്ല എന്നുള്ളതാണ് നമ്മൾ ഈ വോട്ടർ പട്ടിക പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത്. കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ, അതായത് ഒരു വർഷം മുൻപ് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഇതിൽ പലരും വോട്ട് ചെയ്തിട്ടുണ്ട്. ഈ നിലവിൽ ഈ SIR നിന്ന് ഈ ആളുകൾ അൺട്രേസബിൾ എന്ന് പറഞ്ഞാണ് പുറത്താക്കപ്പെട്ടത്. അതായത് BLOമാർക്ക് ഇവരെ കണ്ടെത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ഇങ്ങനെ കണ്ടെത്താൻ കഴിയാത്തത് സ്വാഭാവികമായും ഇവിടെ താമസിക്കാത്ത ആളുകളായതുകൊണ്ടും അവരുടെ ബന്ധുക്കളോ അയൽവാസികളോ ഇല്ലാത്തത് കൊണ്ടും ആണ് ഇവരെ കണ്ടെത്താൻ കഴിയാത്തത്. പക്ഷേ ഇത്തരം ആളുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പോലും കണ്ടെത്താൻ കഴിയാത്ത ആളുകൾ വന്ന് ബൂത്തിലെത്തി വോട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ ചില ബൂത്തുകളുടെ മാത്രം ആണ് പരിശോധിച്ചത്. ഈ വോട്ടർ പട്ടികയിൽ നമുക്കറിയാം, ഈ വോട്ടർ പട്ടിക എടുത്തു വെച്ചാണ് ഓരോ പാർട്ടിയുടെയും ഏജന്റുമാർ ബൂത്തിലിരുന്ന് അത് ടിക്ക് ചെയ്യുക. ഇത് വെച്ചാണ് നമ്മൾ പരിശോധിച്ചത്. അങ്ങനെ പരിശോധിക്കുമ്പോൾ മൂത്താന്തറ, വടക്കുംതറ, ശ്രീരാമപാളയം തുടങ്ങിയ BJPക്കും RSSനും ശക്തിയുള്ള കേന്ദ്രങ്ങളിൽ ഈ വോട്ട് ചെയ്തിട്ടുണ്ട്. ഈ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിനും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിനും പോളിംഗ് ശതമാനം കുറവാണ്. എന്നിട്ട് കൂടി നിരവധി ആളുകൾ, ഈ അജ്ഞാതരായ ആളുകൾ വോട്ട് ചെയ്യുന്നുണ്ട്. എന്തായാലും നിങ്ങൾ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ തന്നെ ഈ SIRനെ വേണ്ടി വലിയ തോതിൽ മുറവിളക്ക് കൂട്ടിയ BJPക്ക് തന്നെ അവരുടെ ഈ വ്യാജമായി ചേർത്ത വോട്ടുകൾ വെട്ടിമാറ്റേണ്ട അവസ്ഥയിലേക്കാണ് പോയിരിക്കുന്നത്. അത് BJP ഇത്തരം അവരുടെ ശക്തി കേന്ദ്രങ്ങളിൽ വ്യാജമായി വോട്ടുകൾ ചേർക്കുന്നു, അത് പോൾ ചെയ്യിപ്പിക്കുന്നു എന്ന ഒരു ആരോപണം ശക്തിപ്പെടുത്തുന്ന കണക്കുകൾ കൂടിയാണ്, വിവരങ്ങൾ കൂടിയാണ് നമ്മൾ പുറത്തുവിടുന്നത്. ജിൽസി, അമൃത. സാജിദ് അജ്മലാണ് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ പാലക്കാട്ടെ വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരുന്നു. അതിന് തക്ക അന്വേഷണം കൂടിയാണ് സാജിദ് അവിടെ നിന്ന് നടത്തുന്നത് എന്നുള്ളത് കൂടിയാണ്. ഏതായാലും BJPക്ക് ഇത് വലിയൊരു തിരിച്ചടിയാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല എന്ന് തന്നെ എടുത്തു പറയേണ്ടിയിരിക്കുന്നു. സാജിദ് അജ്മൽ തുടരുന്നുണ്ട്. സാജിദ്, ഇനി അറിയേണ്ടത് ഇതിൽ ആരാണ് മറുപടി പറയേണ്ടത്, ആരാണ് വിശദീകരണം നൽകേണ്ടത് എന്ന കാര്യമാണ്. തീർച്ചയായും ഇതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റേതായ വിശദീകരണം വേണം. അത് ഒരുപക്ഷെ ഇത് ശുദ്ധീകരിക്കാനാണ് തങ്ങൾ SIR നടപ്പിലാക്കുന്നത് എന്നായിരിക്കും പറയാ. പക്ഷേ ഈ വാർത്തയോട് BJP നേതൃത്വം ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ഇന്നലെ BJP ജില്ലാ പ്രസിഡന്റിനെയും സംസ്ഥാന നേതാക്കളെയും ജില്ലയിലെ മറ്റ് മുതിർന്ന നേതാക്കളെയും എല്ലാം നമ്മൾ ബന്ധപ്പെട്ടിരുന്നു. ഇന്ന് വാർത്താ സമ്മേളനം വിളിക്കാമെന്നാണ് അവർ പറയുന്നത്. അവർ ഈ കൃത്യമായി BLOമാർ ഈ BJPയിൽപ്പെട്ട ആളുകളുടെ വീട്ടിലേക്ക് ഈ എന്യൂമറേഷൻ ഫോം എത്തില്ലാം പറഞ്ഞ് അവർ ഈ കൈ കഴുകാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. എന്തായാലും BJPയുടെ ശക്തി കേന്ദ്രങ്ങളിൽ ഇങ്ങനെ വോട്ടർ പട്ടികയിൽ നിന്ന് കൂട്ടത്തോടെ ആളുകൾ മാറ്റപ്പെടുന്നു. അതും അജ്ഞാതമായ ആളുകളാണ് മാറ്റപ്പെടുന്നത്, അൺട്രേസബിൾ ആയ ആളുകളാണ് മാറ്റപ്പെടുന്നത്. ഈ ആളുകൾ പക്ഷേ ഏറ്റവും അവസാനം നടന്ന, ഒരു വർഷം മുൻപ് നടന്ന പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ബൂത്തിലെത്തി വോട്ട് ചെയ്ത ആളുകളാണ് എന്നുള്ള വിവരങ്ങളാണ് നമ്മൾ പുറത്തുവിടുന്നത്. BJP നേതൃത്വം ഇതിനോട് ഈ പ്രതികരിക്കും എന്ന് വേണം നമുക്ക് പ്രതീക്ഷിക്കാൻ. സാധാരണ എല്ലാ വിഷയങ്ങൾക്കും പ്രതികരിക്കാറുള്ള നേതൃത്വം ഈ വിഷയത്തിൽ ഇതുവരെ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല.